ഹലോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് എല്ലാവർക്കും? എനിക്ക് വളരെ സുഖമാണ്, സുന്ദരമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയെന്നൊക്കെ ഒന്ന് പറയാം. എൻ്റെ ചെടികളും അതുപോലെ സുഖമായി സുന്ദരമായിട്ടിരിക്കുന്നു എന്നാണ്. പിന്നെ ഇന്ന് ഞാൻ കാണിക്കണത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് ഏതൊക്കെ ജസ്റ്റ് കുറേ പരീക്ഷണങ്ങൾക്കായിട്ട് നമ്മൾ കുറേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഓരോന്ന് ജസ്റ്റ് ഒന്ന് കവർ കഴിച്ച് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയതാണ്. അപ്പോൾ പലതും പല ടൈമുകളിലായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതിൻ്റെ കവറൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതിൽ നമ്മൾ വേറൊരു ചെടിയും അറിയാതെ അങ്ങ് വളർന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറിച്ച് കളയാതെ അവിടെ തന്നെ വെച്ചതാണ്, കാരണം അതിൻ്റെ ഒരു ഭംഗി, ഏതാണ് കളറ് പൂവെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇത് നമ്മൾ മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്താണ്, നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനിപ്പോഴും ലീഫും വന്നിട്ടില്ല, എങ്കിലും ഉണങ്ങിയും പോയിട്ടില്ല പറഞ്ഞ പോലെയാണ്. ഒന്നാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഒന്നും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അങ്ങനെ 3 ഗ്രാഫ്റ്റായിരുന്നു നമ്മൾ ഇതിമേ ചെയ്തിട്ടുണ്ടായിരുന്നത്. റംസാനൊക്കെ അല്ലേ, കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു വീഡിയോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്നതെന്നുള്ളൂ. ഇവിടെ അങ്ങ് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ, ചീറ്റുപടിമേൽ പത്രങ്ങളൊക്കെ വിരിച്ചതാണ്. നമ്മളവിടെ നിന്ന് പായിപ്പിച്ചില്ലെങ്കിൽ തിരക്കേടില്ല എന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പ് കഴിച്ച് കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു തളിർപ്പ് വരുന്ന പോലെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ പലതും പല ടൈമിലായിട്ട് പിടിപ്പിച്ചതാണ്. ഇത് 2 ചട്ടിയും ഒരു കവറിലുള്ളതും ഒരു ദിവസം പിടിപ്പിച്ചതാണ്. ഇതിലൊക്കെ തളിർപ്പ് കാണുന്നുണ്ട്. അത് എന്തിൻ്റെ തളിർപ്പാണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ കമ്പിലുള്ള തളിർപ്പും വരും, അല്ലാതെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതും വരും, എല്ലാതും വരും. അതിലേതാണെന്നൊന്നും ഇതൊന്നും നമ്മൾ കഴിച്ച് നോക്കിയിട്ടേ ഇല്ല കേട്ടോ. എങ്കിലും റംസാൻ ആയതുകൊണ്ട് നമുക്ക് വല്ലാതെ ഒന്നും സംസാരിക്കാനും അങ്ങനെ കഴിയണില്ല കേട്ടോ. ഇതിലൊക്കെ കണ്ടില്ലേ, ചെറുതായിട്ട് തളിർപ്പൊക്കെ കാണുന്നുണ്ട്. എങ്കിലും എല്ലാതും ഒന്ന് കണ്ണോടിച്ച് ഇങ്ങനെ കാണിച്ചു തരാമെന്ന്. നമ്മൾ ജസ്റ്റ് ഗ്രാഫ്റ്റിൻ്റെ കവറൊക്കെ കഴിക്കണതിന് മുമ്പ് നമ്മൾ ചെയ്തതാണെന്നറിയാൻ വേണ്ടിയിട്ട് വലിയ അമിത പ്രതീക്ഷ ഒന്നുമില്ല, കാരണം ഒന്ന് പിടിച്ചപ്പോൾ ചെറുതായിട്ടൊരു പ്രതീക്ഷ ഉണ്ട് പിടിക്കുമെന്നുള്ളൊരു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പരീക്ഷണത്തിനായിട്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 ചെറിയ ഇതിൽ നമ്മളെ ഇത് രണ്ടിലും ഈ കണ്ട 2 പൊട്ട് അതിൽ കണ്ട ചെറിയൊരു തളിർപ്പ് വന്നിട്ടുണ്ട്. ഇതിൽ 2ലും അടർന്നയാണ് വെച്ചിട്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. 3 ഇലകളും 4ാമത്തെ ഇല വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു തിരക്കടില്ല. 2ഉം ഇതാണ് നമ്മളെപ്പോഴും കാണിക്കണത് തന്നെയാണ്. അതുകൊണ്ട് ഇതിന് വലിയ പ്രസക്തി തോന്നുന്നില്ല, എങ്കിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതല്ലേ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നുള്ളത് ഇതിൽ 1ൽ നല്ല തളിർപ്പ് വന്നിട്ടുണ്ട്, ഇതിൽ 2ലും വന്നിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയോ, എൻ്റെ കൈ തട്ടിയാണ് ചെറിയൊരു ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇതിമേ പിടിക്കുമോ എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ. ഇത് ഏത് കമ്പിനാണ്, ഗ്രാഫ്റ്റ് ചെയ്ത കമ്പിനാണ് ചെറിയൊരു ഒടിവ്. നമ്മൾ തൽക്കാലം വേറൊരു കവറും കൂടി വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് കുഴപ്പമില്ലാത്ത തളിർപ്പ് വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല നീളകത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ളത് അപ്പുറത്ത് വെച്ചിൽ തന്നെ 1ന് തളിർപ്പില്ല എങ്കിലും ഉണങ്ങിയിട്ടില്ല എന്ന് പറയും പോലെയാണ്. നമ്മൾ ഫെറോപ്പാലാണ് തോന്നുന്നുണ്ട്, ഫെറോപ്പാൽ ഓറഞ്ചാണ് തോന്നുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ കമ്പുകൾ ഉണങ്ങിയിട്ടില്ല എങ്കിലും തളിർപ്പൊക്കെ വന്നിട്ട് കമ്പിലായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലത് ഇത് ഗ്രാഫ്റ്റിൽ ഇലകളൊന്നും വന്നിട്ടില്ല, ഉണങ്ങിപ്പോയിട്ടില്ല പറയും പോലെയാണ് ഒക്കെ ഗ്രാഫ്റ്റിംഗ് ഉള്ളത്. ഈ ഒരു സെക്ഷനൊക്കെ ഇതിൽ 2 എണ്ണമാണ് പിടിച്ചിട്ടുള്ളത്. ഇതിൽ കണ്ടില്ലേ, ഇത് നല്ല പച്ചയായിട്ട് തന്നെ കമ്പിരിക്കുന്നുണ്ട്. പക്ഷേ ഗ്രാഫ്റ്റ് 2 എണ്ണം വെച്ചിൽ 1 ഉണങ്ങിപ്പോയിട്ടുണ്ട്. അത് നമ്മൾ ഒടിച്ച് കളഞ്ഞിട്ടുമുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെയാണ് ഒക്കെ ചെയ്തത്, പക്ഷെ അപ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു ഓടൽ വന്നില്ല. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ ഇതിന് ഇലകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രാഫ്റ്റിൽ അതിൻ്റെ ഒപ്പമുള്ളത് ഉണങ്ങിയിട്ടുമില്ല പോയിട്ടുമില്ല പറയും പോലെ തന്നെയാണ്. എന്നാലും ഒരു ചെറിയൊരു സന്തോഷം. ഉണങ്ങിയിട്ടില്ല കാണുമ്പോഴും അതുപോലെയാണ് കേട്ടോ, കാരണം നമ്മൾ വാങ്ങിയ ഹൈബ്രിഡുകളൊക്കെ ഒന്ന് പിടിപ്പിച്ച് നോക്കാമെന്ന് കരുതിയിട്ടാണ്. ഇതിൽ അടിപൊളിയായിട്ട് തന്നെ ഇതിൽ
നമ്മൾ തണ്ടിലല്ല കണ്ടത്, ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഏകദേശം 1 വീക്ക് ആയിട്ടുള്ള ചെയ്തിട്ടുള്ളൂ. പക്ഷെ അപ്പോൾ തന്നെ അത്യാവശ്യം തളിരില വന്നിട്ടുണ്ട്. എനിക്കെന്താ അറിയോ, ഇത് ചെയ്ത് വെച്ചതിനൊക്കെ കണ്ടില്ല ചെറിയൊരു തുമ്പുകൾ വന്നിട്ടുണ്ട്. ഇതിനും എൻ്റെ ഫോണിൽ കാണില്ലെങ്കിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു ക്യൂരിയോസിറ്റിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ച് നോക്കും. ഇലകൾ വരുന്നുണ്ട്, ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇതിന് കണ്ടില്ലേ, ഇതിന് തളിർപ്പ് ഉണങ്ങിയിട്ടില്ല എങ്കിൽ ചെറിയൊരു തളിർപ്പിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. എനിക്ക് ചെറിയൊരു ക്യൂരിയോസിറ്റിയാണ്, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ കഴിച്ച് നോക്കാൻ. ഇതിൻ്റെ ഗ്രാഫ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞ് ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ വീണ്ടും അയച്ചിങ്ങനെ ഒന്നുകൂടി ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നല്ല പിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ കവറുകളൊക്കെ ഇട്ട് ഞാൻ കെട്ടി വെക്കും കേട്ടോ. അങ്ങനെ കെട്ടി വെക്കാതെ നമ്മൾക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് വാങ്ങി തന്നതിൻ്റെയാണ്. അതിൽ അടുത്ത മുട്ടിപ്പോൾ വരുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇതിലൂടെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ അതുപോലെ കെട്ടിയിട്ടുണ്ട്. കെട്ട് ഒഴിവാക്കിയത് 2 3 ഇതൊന്നിലാണ് നമ്മൾ കെട്ടുകൾ ഒഴിവാക്കിയത്. ഇപ്പോൾ പിടിക്കൊഞ്ഞ് പോകുമെന്നൊന്നും അറിയില്ല, എങ്കിലും കെട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റിംഗ് കെട്ടല്ല, നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിരുന്നതാണ്. മറ്റേതൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു തണ്ണക്കുള്ളതല്ലേ മണ്ണ്, ഇതൊക്കെ ഇവിടുന്ന് എടുത്തോടെ തന്നെ കൊണ്ടുവെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു ഇത് 3 ഒന്നാണ്, ഇത് 3 ഒന്നാണ്, ഇത് 2 ഒന്നാണ്, ഇത് സെപ്പറേറ്റാണ്. നമ്മൾ മുമ്പ് അതേ ചെടി തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കാണിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇതിലും വെച്ചതാണ്. അന്ന് എത്രത്തോളം ഇതേ ഉള്ളായിരുന്നു, ഇപ്പോൾ എത്ര മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. പഴയ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അന്ന് ചെറിയതായിട്ടൊരു തളിർപ്പുള്ളായിരുന്നു, ഇപ്പോഴാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ജസ്റ്റ് ഫസ്റ്റ് ടൈം കഴിച്ച് നോക്കണതാണ്. കണ്ട തളിർപ്പ് മാത്രമായിട്ട് തന്നെ ഉള്ളായിരുന്നു. കണ്ടില്ലേ, ഭംഗിയില്ലേ കാണാൻ, ഒരു ചെറിയൊരു സന്തോഷം. ഇതിന് ഉണങ്ങി പോകുമെന്ന് വെച്ചിട്ട് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും നമ്മളിത് വെയിലത്തേക്ക് വെച്ചിട്ടില്ല. അന്ന് ഗ്രാഫ്റ്റ് ചെയ്തതായിരുന്നു മറ്റേതൊക്കെ കേട്ടോ. ഇത് നമ്മൾ റൂബി റെഡാണ് തോന്നുന്നത്. നമ്മൾ 3 വെച്ചിരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റൂബി റെഡ്, ചില്ലി ഐസ്ക്രീം, ചില്ലി ഓറഞ്ച്. പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ ചെറിയതായൊരു മിസ്റ്റേക്ക് കാരണമാണ് ചില്ലി ഓറഞ്ച് ഫുള്ളായിട്ട് ഉണങ്ങി പോയിട്ടുണ്ട്. എങ്കിലും ഈ ഗ്രാഫ്റ്റ് പിടിച്ചാൽ 3 പിടിച്ചു എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒന്ന് ചില്ലി ഓറഞ്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇതിൽ കണ്ടില്ലേ, നമ്മൾ ചെറിയതായിട്ടൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇതിലൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നാടലിൽ വെറുതെ നിൽക്കുമ്പോൾ ഒന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഗ്രാഫ്റ്റിങ് ചെറുതായിട്ടുള്ളൂ, നമ്മളിങ്ങനെ സാധാ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എങ്ങനെ ഗ്രാഫ്റ്റിങ് ചെയ്യലെന്നൊക്കെ അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ റൂബി റെഡാണ്. അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് ഗിഫ്റ്റ് കിട്ടിയ കൊണ്ടുവന്ന അന്ന് നമുക്ക് ചെറുതായിട്ട് ഫ്ലവറിങ് ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കൊറിയർ ഓഫീസിൽ ഇരുന്ന കാരണം ഫ്ലവറിങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ചെടിയുടെ ഒക്കെ വീഡിയോ വിശദമായിട്ട് എടുക്കണതാണ്. അപ്പോൾ നമുക്ക് നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നില്ല. നമ്മൾ രാവിലെ എടുക്കണം എന്നൊക്കെ കരുതിയതിന്, പക്ഷെ പല ചുറ്റുപാടും കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ലൈക്കിന് കിട്ടിയ ആ റൂബി റെഡാണ്. എങ്കിലും നമ്മൾ ചെടികളൊക്കെ ഹൈബ്രിഡുകളൊക്കെ ഇങ്ങോട്ട് അങ്ങ് സെറ്റാക്കിയിട്ടുണ്ടല്ലോ മുമ്പത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഇത് നല്ല ഫ്ലവറിങ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. നമ്മൾ വീടിൻ്റെ നമ്മൾ ഇരിക്കണതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. അത്യാവശ്യം വലിയ ബോട്ടിലാണ് നമ്മളിത് സെറ്റാക്കി വെച്ചിരിക്കണത് കേട്ടോ. ഇത് 2 സ്റ്റെമ്മാണ്. കാരണം നമുക്ക് കിട്ടിയപ്പോഴേ 2 സ്റ്റെമ്മാണ്. നമ്മൾ സെപ്പറേറ്റ് ആക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം അതങ്ങനെ ആക്കണ അങ്ങനെ ഒന്നേ ഉണങ്ങിയാലും നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് പോണത് പോലെ അങ്ങ് പൊക്കോട്ടെ എന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.